കെ ശബരിനാഥ് DCC പ്രസിഡന്റ് ആകാൻ ആഗ്രഹിക്കുന്നു, യുവാവ് വരണം എന്ന പാർട്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും എന്ന രൂപത്തിലേക്ക് ഈ സാഹചര്യം ഉരുത്തിരിയുന്നുണ്ടോ എന്നൊരു ചോദ്യം. ശബരിനാഥ് പ്രസിഡന്റ് ആയേക്കുമെന്നുള്ള സൂചനകൾ എവിടെ നിന്നൊക്കെയോ വന്നുകൊണ്ടിരിക്കുകയല്ലേ? സ്മൃതി, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക അത്ര എളുപ്പമായിരിക്കില്ല. കാരണം നിലവിൽ തന്നെ പ്രതിപക്ഷ നേതാവ് തന്നെ ചില ആളുകളുടെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്. ചെമ്പഴന്തി അനിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന് താല്പര്യമുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരാൾ. മറ്റൊന്ന് KC വേണുഗോപാലിനാണെങ്കിൽ മണക്കാട് സുരേഷുണ്ട്. ശബരിനാഥൻ പരിഗണിക്കപ്പെടുന്ന ആളുകളിൽ ഒരാൾ മാത്രമാണ്. അങ്ങനെ 2-3 ആളുകൾ ഇപ്പോൾ തന്നെ സംഘടനാ ജില്ല ഏറ്റവും പ്രധാനപ്പെട്ട പദവിയാണ്. മാത്രവുമല്ല, ഒന്ന് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടായ ഒരു ജില്ലയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളിയാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്. ഇവിടെ BJP ഏതെങ്കിലും തരത്തിൽ അധികാരത്തിലായാൽ വലിയ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് K മുരളീധരന് കോർപ്പറേഷനിലെ ചുമതല തന്നെ നൽകിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഏറ്റവും പരിചയസമ്പന്നനായ ഒരാളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനാക്കാനാണ് സാധ്യത. നിലവിൽ യുവ നേതാക്കൾക്ക് പരിഗണന ഇല്ല എന്നല്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെമ്പഴന്തി അനിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ പേര് മുന്നോട്ട് വെക്കുന്നത്. KC വേണുഗോപാൽ വിഭാഗം നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനും KPCയുടെ അടക്കം ഭാരവാഹി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹി ഉൾപ്പെടെയായ മണക്കാട് സുരേഷിന്റെ പേര് മുന്നോട്ട് വെക്കുന്നത്. യുവ നേതാക്കളാണെങ്കിൽ സ്വാഭാവികമായും KS ശബരിനാഥിനെയും പരിഗണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റികൾ ഒന്നാണ് തിരുവനന്തപുരത്തേത്. അത്രയും വലിയ തിരിച്ചടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് മുന്നേറ്റം ഉണ്ടാക്കാൻ തിരുവനന്തപുരത്ത് സാധിച്ചത്. അതുകൊണ്ട് ഒരു പരീക്ഷണത്തിന് KPC നേതൃത്വം തയ്യാറാകില്ലെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഏറ്റവും ഉചിതനായ ഒരു നേതാവിനെയായിരിക്കും ചുമതല ഏൽപ്പിക്കുക. സ്മൃതി, താങ്ക് യു റോഷി. നമുക്ക് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം, ചർച്ചയിലേക്കും മടങ്ങി വരാം. അങ്ങനെ തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ചിരിക്കുന്നു. പാലോട് രവി ബ്ലോക്ക് ഭാരവാഹിയെ ജലീലുമായി നടത്തിയ ഫോൺ സംഭാഷണം റിപ്പോർട്ടർ TV ആണ് പുറത്തുവിട്ടത്. ആ വിവാദമായ ഫോൺ സംഭാഷണത്തിനെ തുടർന്നാണ് ഇപ്പോൾ പാലോട് രവി DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്.